തിരിച്ചു വരാം. ഇപ്പോൾ ഡോക്ടർ ഐഷ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ഐഷ, അതായത് ഇപ്പോൾ ഈ കൊൽക്കത്തയിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഐഷ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഡോക്ടർ സെമിനാർ ഹാളിലേക്ക് പോകാനുള്ള പ്രധാന കാരണം വാർഡിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം പോലുമില്ല. അതുകൊണ്ടാണ് ഈ സെമിനാർ ഹാളിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ഡോക്ടർമാർ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. കേരളത്തിലും പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ എല്ലാവരും പറയുന്നത് തങ്ങൾക്ക് ആശുപത്രിയിൽ കാര്യമായ സുരക്ഷയില്ല മാത്രമല്ല ഈ ഡ്യൂട്ടി പലപ്പോഴും ഈ 36 മണിക്കൂറും 48 മണിക്കൂറും വരെയാണ് ഡ്യൂട്ടി പോകുന്നത്. ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം പോലും ആശുപത്രി പരിസരത്തില്ല. എന്താണ് ഐഷയുടെ അനുഭവം? അത് തീർച്ചയായും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പല മെഡിക്കൽ കോളേജിൽ ഞാനിപ്പോൾ കർണാടകയിലൊരു മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. കേരളത്തിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അതിന് വലിയ വ്യത്യാസമൊന്നുമല്ല. ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് വരുന്ന സമയങ്ങളുണ്ട്. 36 72 മണിക്കൂറും ഞാൻ ഈവൻ 1 വീക്ക് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ചെയ്തിട്ടുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പ്രോപ്പർ ആയിട്ടുള്ള റൂംസോ ഒന്നുമില്ല. ഞങ്ങള് ചില സമയത്ത് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി സമയത്ത് റെസ്റ്റ് എടുക്കുക, ആരെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ആ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യാനുള്ള റൂംസ് ഹോസ്പിറ്റലിൽ പൊതുവെ കുറവാണ്. ഞങ്ങൾ OT-കൾ ഉണ്ടാവുമല്ലോ, OT-കളിലുള്ള ചേഞ്ചിങ് റൂംസ് ഉണ്ടായിരിക്കും. ഒന്നുകിൽ അത് തെരഞ്ഞു പോകും. പക്ഷെ രാത്രികളിലൊക്കെ OT സ്ഥലങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിജനമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അങ്ങോട്ടൊക്കെ പോകുന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയുള്ള കാര്യം. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ഹോസ്റ്റലിൽ പോയി വരാനുള്ള സമയവും അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടായില്ലായിരിക്കും രാത്രികളിൽ. അപ്പൊ അങ്ങനെ OT-കളിലോ അല്ലെങ്കിൽ ഈവൻ കാഷ്വാലിറ്റിയുടെ ഏതെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന റൂമുകളിലോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ശരിക്കും റെസ്റ്റ് ചെയ്യാറുള്ളത്. ആശുപത്രികളിൽ ഒരു പ്രോപ്പറായിട്ട് ഡോക്ടേഴ്സിന് റെസ്റ്റ് ചെയ്യാനുള്ള റൂം ഇല്ല എന്നുള്ളതും ഈവൻ ഒരു വാഷ്റൂം പോലും നേരം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലുള്ളതല്ല. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആരും നോട്ടീസ് ചെയ്യാതെ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഡോക്ടർക്കും ഞാൻ വളരെയധികം കേട്ടിട്ട് ഞെട്ടിപ്പോയ കാര്യമാണിത്. അപ്പോൾ ഈ ഡോക്ടർക്കും ഇതേ ഒരു അവസ്ഥയാണ് സംഭവിച്ചത്. റെസ്റ്റ് എടുക്കാനുള്ള ഒരു പ്രോപ്പർ റൂം ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ആളൊരു സെമിനാർ ഹാളിൽ ആശ്രയിക്കേണ്ടി വന്നത്. അവിടെ പോലും ഈവൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിലും സെക്യൂരിറ്റീസ് നേരം പോലെ ഉണ്ടാവണമെന്നില്ല ആ സമയങ്ങളിലൊക്കെ. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ സംഭവിച്ചു പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ബംഗാൾ സർക്കാർ ഇപ്പോൾ അതായത് പ്രത്യേകിച്ച് വനിതാ ഡോക്ടർമാർക്ക് വേണ്ടിയുള്ള സുരക്ഷാ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർക്ക് ആശുപത്രികളിൽ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. മാത്രമല്ല രാത്രി സാധ്യ പദ്ധതി എന്നും പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആപ്പ് മുഖേന അവർക്ക് പോലീസുമായി ബന്ധപ്പെടാൻ സാധിക്കും. ഇപ്പോൾ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു വിലയിരുത്തലും വരുന്നുണ്ട്. അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു പദ്ധതികൾ മാത്രമാണ് ഇത്. ഒരാഴ്ചത്തിന് ശേഷം ഇതെല്ലാം എല്ലാവരും മറക്കും. ഇത് താൽക്കാലികമായി ജനങ്ങളെ ഒന്ന് ശാന്തരാക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ ഭാഗത്തുള്ള നടപടി മാത്രമാണ്. എന്താണ് ആയിഷയ്ക്ക് തോന്നുന്നത്? തീർച്ചയായും ഇപ്പോ ഏതൊരു റേപ്പ് കേസോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന് കുറച്ച് ദിവസത്തേക്ക് അതിനൊരു പ്രാധാന്യം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള ഒരു നിലപാട് തന്നെ കുറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പൊ അതുപോലെയുള്ള ഒരു പദ്ധതി ആയിട്ടായിരിക്കാം ഇതും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവുക. അത് കൊണ്ടുവരാണെങ്കിൽ തന്നെ അതിന് എത്രത്തോളം നിലവിലേക്ക് അത് വരും എന്നുള്ളതും ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ആയിഷ ഇപ്പോൾ കർണാടക മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സംഭവം വന്നതിന് ശേഷം എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം, എന്താണ് അവിടുത്തെ ഡോക്ടർമാരുടെ ഒരു മനോഭാവം, എന്താണ് അവർ കൂടുതൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നുണ്ടോ? സോറി, അതിൽ മിസ്റ്റേക്ക്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് പട്ടാമ്പിയിലാണ്. ഞാൻ പഠിച്ചിരുന്നത് കർണാടക മെഡിക്കൽ കോളേജിലായിരുന്നു. അല്ല, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സാഹചര്യം എന്താണ് ഈ സംഭവത്തിന് ശേഷം? കാരണം ഈ ഒരു സംഭവം ഒരുപാട് ഡോക്ടർമാരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്, അവരിൽ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്, വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പലരുടെയും മനസ്സിൽ വർഷങ്ങളായി സപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന ദേഷ്യം അത് പുറത്തേക്ക് വരുന്നുണ്ട്. അത് ആ പ്രതിഷേധത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള ഒരു ആർജവം അത് ഡോക്ടർമാർക്ക് ഈ സംഭവത്തിന് ശേഷം കൂടുതൽ ആർജിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും നമ്മളെല്ലാവരും ഞെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ സംഭവിച്ചിട്ടുള്ളത്. ഒരു ഡോക്ടർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരു വേണ്ടത്ര സുരക്ഷിത കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നൈറ്റിൽ ഒരു ഡ്യൂട്ടി ചെയ്യും എന്നുള്ള ഒരു
പേടി കൂടിയാണ് ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ അത്രയും വിജിലന്റ് ആയിട്ടാണ് രാത്രി ഇരിക്കേണ്ടി വരുന്നത്. ഒന്നാമത് വല്ല എമർജൻസി വരുമ്പം നമുക്ക് അതിനെ നേരിട്ട് തന്നെ പറ്റുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സുരക്ഷ കൂടിയും നമ്മൾ നോക്കേണ്ടി വരും എന്ന് പറയുന്നത് അത് എത്രത്തോളം നമ്മുടെ ഡ്യൂട്ടീനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൂടെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്കായിട്ടാണ് ഇപ്പോൾ വരുന്നത്. വളരെ നന്ദി ഡോക്ടർ ഐഷ താങ്കളുടെ അഭിപ്രായം അറിയിച്ചതിന്. ഏതായാലും കൊൽക്കത്തയിൽ സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് നടപടികൾ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാം വിധം പ്രാവർത്തികമാകും എന്നുള്ളൊരു ചോദ്യവും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്.